ചില നേതാക്കളൊക്കെ നല്ല കതറും ഒക്കെ ഇട്ടിങ്ങനെ വന്ന് ഒരു ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റൊക്കെ ഇട്ടു. അയ്യോ, എത്ര തങ്കപ്പെട്ട കക്ഷി എന്നാണ് ലോകം മുഴുവൻ കരുതിയത്. മുഖ്യമന്ത്രി വി ഡി സതീശനോടൊപ്പം നിൽക്കുന്നു, മുഖ്യമന്ത്രി വി ഡി സതീശനുമായിട്ട് അടക്കം പറയുന്നു, മുഖ്യമന്ത്രി വി ഡി സതീശൻ വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത്രയും അടുത്ത് ചങ്കായിട്ടിരിക്കുന്ന കക്ഷി ആരാണ് എന്ന് നമ്മൾ അന്വേഷിച്ചു. ഒടുവിൽ ഒരു വാർത്ത വന്ന സമയത്ത് ആ മുഖം കണ്ടപ്പോഴാണ് നമ്മൾ തെരഞ്ഞു, ഈ ചങ്ങാതി വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. MDMA കേസിൽ പിടിയിലായ കക്ഷി ഇപ്പോൾ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാസർഗോഡ് MDMA കേസിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രതിരോധത്തിൽ. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായ പ്രതി മുഹമ്മദ് ഹുസൈൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയല്ലെന്ന സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മന്ത്രി OJ ജനീഷിന്റെ വാദം പൊളിഞ്ഞു. വലിയകുളം യൂണിറ്റ് ഭാരവാഹി സ്ഥാനത്ത് നിന്നും മണ്ഡലം കമ്മിറ്റിയിൽ നിന്നുമാണ് ഹുസൈനെ പുറത്താക്കിയത്. മന്ത്രി, കള്ളം പറയരുത് മന്ത്രി. 139 ഗ്രാം MDMAയുമായിട്ടാണ് ഹുസൈൻ അടക്കം 3 പേരെ പോലീസ് പിടികൂടിയത്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നിതിൻ സേവ്യറുണ്ട്. നിതിൻ സേവ്യർ, ഈ വാർത്ത പുറം ലോകം അറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് പല കള്ളക്കഥകളും ഇപ്പോൾ കായിക വകുപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നത്. OJ ജനീഷ് തന്നെ പറഞ്ഞു കുടുങ്ങി. മന്ത്രി പറഞ്ഞത് പച്ച കള്ളമാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വമൊന്നും ഇയാൾക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ വാദങ്ങളെല്ലാം പൊളിയുകയാണോ? ഇയാൾക്ക് കോൺഗ്രസുമായിട്ടും യൂത്ത് കോൺഗ്രസുമായിട്ടും മുഖ്യമന്ത്രി വി ഡി സതീശനുമായിട്ടുമൊക്കെ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? നിതിൻ സേവ്യർ. തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. ചില കള്ളക്കഥകൾ മെനഞ്ഞു വിടുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന വാർത്തകൾ അത് യൂട്യൂബിലും ഫേസ്ബുക്കിൽ നിന്നടക്കം നീക്കം ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. പൊതുജനങ്ങൾ ഇത്തരം വാർത്തകൾ അറിയേണ്ട എന്നൊരു കാര്യം കൂടി സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും പക്ഷേ അത് അത്ര പെട്ടെന്ന് കൈകഴുകി പോകാൻ സർക്കാരിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്നുമാവില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് OJ ജനീഷ് പറഞ്ഞത് തനിക്ക് ഇത്തരത്തിലൊരു ഭാരവാഹികളുള്ളത് അറിയില്ല, അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരെ അറിയില്ല എന്നാണ്. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ അറിയാത്ത 2 യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ ഇന്നലെ ജില്ലാ കമ്മിറ്റി പുറത്താക്കിയതായി ഒരു കത്ത് തന്നിട്ടുണ്ട്. കത്തിൽ പറയുന്ന ദിവസം 9-ാം തീയതി തന്നെ പുറത്താക്കിയതാണ്. ജില്ലാ കമ്മിറ്റി അധ്യക്ഷനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 9-ാം തീയതി തന്നെ തനിക്ക് കാസർഗോഡ് നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിന്നും ഈ വാർത്തയും ഇതിന്റെ ചിത്രങ്ങളും മറ്റും അയച്ചു തന്നു. അപ്പോൾ തന്നെ താൻ ഈ യൂണിറ്റ് കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കും കത്ത് നൽകിയിട്ടുണ്ട്. ഇവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒപ്പം ഈ ഭാരവാഹിത്വത്തിൽ നിന്നും മാറ്റി നിർത്തണം അല്ലെങ്കിൽ പുറത്താക്കണമെന്ന കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് ജില്ലാ അധ്യക്ഷൻ പറയുന്നത്. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കാതെയായിരിക്കാം ജില്ലാ കമ്മിറ്റി തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഷിയാസ് MLA പറഞ്ഞത് പലരും വന്ന് ഫോട്ടോ എടുക്കും, അവരെയൊന്നും തങ്ങൾക്ക് അറിയണമെന്നില്ല എന്നാണ്. ഈ മുഹമ്മദ് ഹുസൈൻ മുഖ്യമന്ത്രിയോടൊപ്പം ഒപ്പം ഈ മുഹമ്മദ് ഷിയാസിനോടൊപ്പം പല ഫോട്ടോകളും എടുത്തിട്ടുണ്ട്, റീലുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് പലരും തങ്ങളൊപ്പം ഫോട്ടോ എടുക്കുമെന്നാണ്. പക്ഷേ ഈ ഫോട്ടോ എടുക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ മുഖ്യമന്ത്രി അങ്ങോട്ട് ചെന്ന് കാണുകയും അവർക്കൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്യുമോ എന്ന കാര്യത്തിന് മുഖ്യമന്ത്രി തന്നെയാണ് മറുപടി പറയേണ്ടത്. ഈ ഉന്നത ബന്ധങ്ങൾ മുഖ്യമന്ത്രിയുമായിട്ട് മാത്രമല്ല, ഈ PK കുഞ്ഞാലിക്കുട്ടിയെ മന്ത്രിയാവുന്നതിന് മുമ്പ് അദ്ദേഹത്തോടൊപ്പം ഈ അബ്ദുൽ സലാം നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ ബന്ധം ഇവർ ഈ ഏതെങ്കിലും തരത്തിൽ ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ മയക്കുമരുന്ന് കച്ചവടത്തിനടക്കം ഇവർ ഇത്തരത്തിലുള്ള ബന്ധം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് കൃത്യമായും അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. ഒപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാർ തൂഫാനുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനങ്ങൾ, ഈ ലഹരി പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരു വശത്ത് ശ്രമിക്കുമ്പോൾ അതിനൊപ്പം നിന്ന് പോരാടുന്ന ആളുകൾ പക്ഷേ മറുവശത്ത് ഇത്തരത്തിൽ ലഹരി കടത്തുന്നു. പ്രത്യേകിച്ച് ഈ മുഹമ്മദ് ഹുസൈൻ അടക്കമുള്ളവർ പെരുമ്പാവൂരിലടക്കം നടന്ന രമേശ് ചെന്നിത്തലയുടെ പരിപാടിയിൽ മുൻനിരയിൽ നിന്ന ആളുകളാണ്. തൂഫാനെതിരെ നിരവധി പോസ്റ്റുകളടക്കം ഷെയർ ചെയ്യുന്ന ആളുകളാണ്. അതേ ആളുകൾ തന്നെയാണ് മറ്റൊരു വശത്ത് ഇത്തരത്തിൽ ലഹരി കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ ലഹരി കടത്തുകയും ലഹരി വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇത് കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതാണ്. തൂഫാന്റെ മറവിൽ ഇത്തരത്തിലുള്ള ആളുകൾ, ഇത്തരം ബന്ധങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്നത്. ഒപ്പം മുഹമ്മദ് ഹുസൈൻ മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. അതല്ല എന്ന് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ് ആൾക്കാരോ കോൺഗ്രസിന്റെ പ്രവർത്തകരോ എത്ര പറഞ്ഞാലും അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം മുഖ്യമന്ത്രിക്കൊപ്പം തന്നെയാണ് സദാസമയവും ഈ മുഹമ്മദ് ഹുസൈൻ ഉള്ളത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അവരോടൊപ്പം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തോളിൽ കൈയിട്ട് നിന്ന് സംസാരിക്കാനുള്ള മാത്രമുള്ള ഒരു ബന്ധം മുഖ്യമന്ത്രിയുമായി മുഹമ്മദ് ഹുസൈൻ ഉണ്ട്. അപ്പോൾ വളരെ അടുത്ത ബന്ധമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടക്കം യൂത്ത് കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി UDF വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള സജീവ പ്രവർത്തകരായ ആളുകൾ അവർ MDMA കേസിൽ പിടിയിലാകുമ്പോൾ മുഖ്യമന്ത്രിക്ക് അത്ര പെട്ടെന്ന് കൈകഴുകാനായില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ അതിൽ കൃത്യമായൊരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ വരേണ്ടത്, അത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അല്ലാതെ ഈ വാർത്ത നൽകുന്ന മാധ്യമങ്ങളുടെ വാർത്തകൾ അത് മുക്കാതെ കൃത്യമായ മറുപടി ഇന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ അരുൺകുമാർ. ാണ് തള്ളി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ 9-ാം തീയതി ഈ വാർത്ത വന്നതിന് ശേഷമാണ്
ഈ മുഹമ്മദ് ഹുസൈനെ എതിരെ നടപടിയെടുക്കുന്നത്? മാത്രമല്ല ഇതൊക്കെ പബ്ലിക് കാണുന്നതല്ലേ നിതിൻ? വലിയകുളം യൂണിറ്റിന്റെ ഭാരവാഹി, മണ്ഡലം കമ്മിറ്റി, ഈ 2 സ്ഥാനങ്ങളിലും ഈ ഹുസൈൻ ഉണ്ടായിരുന്നു. ഹുസൈൻ തന്നെയാണ് ഈ CM-നോടൊപ്പം അടുത്ത ബന്ധമുള്ളയാളെന്ന നിലയിൽ പോകുന്നതും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വീഡിയോ എത്തുന്നതും എല്ലാം. അപ്പോൾ ഇത് ഒരു കേവല പരിചയം എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്നതല്ല. നമ്മുടെ കയ്യിലുള്ള ദൃശ്യശേഖരത്തിൽ മാത്രം 6ഓളം തവണ ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിന് ദൃശ്യങ്ങളുണ്ട്. നിതിൻ സേവ്യർ. തീർച്ചയായും. അതായത് ഇദ്ദേഹത്തിന് മുഹമ്മദ് ഹുസൈന്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന മാനേജർ എന്ന രീതിയിലാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. വെങ്കോല പഞ്ചായത്തിലെ 142-ാം ബൂത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആണ് എന്നാണ് അയാൾ സ്വയം അവകാശപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം തള്ളിക്കളയുന്നില്ല. അയാൾ ഭാരവാഹി ആണ് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്നലെ വൈകുന്നേരം വരെ ഇത്തരത്തിലൊരു കത്ത് പുറത്തു വന്നിട്ടില്ല. ഇയാളെ 9-ാം തീയതി തന്നെ പുറത്താക്കി എന്നുള്ള വാർത്തകൾ രാവിലെ മുതൽ ഇത്തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഈ വാർത്ത, ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ രാവിലെ മുതൽ തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇന്നലെ വൈകിട്ട് വരെ ഇയാളെ 9-ാം തീയതി തന്നെ പുറത്താക്കി എന്നുള്ള വാർത്തകൾ വന്നിട്ടില്ല. ഇന്നലെ വൈകിട്ടായപ്പോൾ പെട്ടെന്ന് ഒരു കത്ത് പുറത്തു വരുന്നു. 9-ാം തീയതി എന്ന ഡേറ്റ് ഇട്ട ഒരു കത്ത് പുറത്തു വരുന്നു. അന്ന് തന്നെ തങ്ങൾ കത്ത് നൽകിയിരുന്നു എന്നൊരു വിശദീകരണം വരുന്നു. അപ്പോഴും ജില്ലാ അധ്യക്ഷൻ ചെയ്യുന്ന ഈ പ്രവർത്തികൾ സംസ്ഥാന അധ്യക്ഷൻ അറിയുന്നില്ല എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മന്ത്രി OJ ജനീഷ്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം പൂർണ്ണമായും ഇവരെ തള്ളി അല്ലെങ്കിൽ ഇവരെ അറിയില്ല എന്ന വാദമാണ്. പക്ഷേ ആ വാദം മൊത്തം ഈ ജില്ലാ ഭരണസമിതിയുടെ പ്രവൃത്തിയിൽ അത് തള്ളിപ്പോവുകയാണ്. അതിലുള്ള കൃത്യമായ മറുപടി അറിയും. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ഇതിൽ പെട്ടെന്ന് അങ്ങനെ കൈ കഴുകാനാവില്ല. കാരണം അദ്ദേഹത്തിന് ഈ പ്രതികളായി, ഈ പിടിയിലായ ആളുകളുമായുള്ള വളരെ അടുത്ത ബന്ധം അത് പൊതുജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇവരുടെയൊക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ വലിയ തോതിൽ ഇവർ ഇത്തരത്തിൽ റീലുകൾ അവർ സ്വന്തം പ്രമോഷന് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രമോഷന് വേണ്ടി, VD സതീശന്റെ പ്രതിപക്ഷ നേതാവിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രമോഷന് വേണ്ടി അവർ വലിയ തോതിൽ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ്. ഒപ്പം മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള ചിത്രങ്ങളും റീലുകളും നിരന്തരം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പ്രചരിപ്പിച്ചു വരുന്നവരാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു കേവല പരിചയമല്ല ഇവരുമായി ഉള്ളത്. ഇവരുമായി വളരെ അടുത്ത ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ അടക്കം വീടുകളിൽ പോയിട്ടുണ്ട്. ഇന്നലെ മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് ചിലപ്പോൾ ചില പരിപാടികൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള ആരുടെയെങ്കിലും ഒക്കെ വീട്ടിൽ പോകുമെന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വീട്ടിൽ പോയതാണെന്ന് വിശ്വസിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വിശദീകരണം, തൃപ്തികരമായ വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചില പ്രേക്ഷകർ ചോദിക്കുന്നു, അർജന്റീനയുമായിട്ട് റിപ്പോർട്ടർ TV ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഒപ്പുവെച്ച രേഖ പുറത്തുവിടാമോ എന്ന്. റിപ്പോർട്ടർ അത് പുറത്തുവിടാൻ തയ്യാറാണ്. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 2 കാര്യങ്ങൾ തുറന്നു പറയുമോ? ഒന്ന്, മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി കണ്ട ആ ഇൻവെസ്റ്റർ ആരാണ്? 2, മയക്കുമരുന്ന് കേസിൽ MDMA കേസിൽ പിടിയിലായിരിക്കുന്ന മുഹമ്മദ് ഹുസൈനുമായി മിസ്റ്റർ VD സതീശൻ താങ്കൾക്കുള്ള ബന്ധം എന്താണ്? ഇനി താങ്കൾ ഇത് പറഞ്ഞില്ലെങ്കിലും റിപ്പോർട്ടർ ടിവിയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകൾ പൊതുജന സമക്ഷം വയ്ക്കാൻ തയ്യാറാണ്. വെല്ലുവിളിയേറ്റു.